ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ സമയം രാവിലെ 6:30 മണിയായിട്ടുണ്ട്. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. നമ്മളുടെ യാത്ര മൈസൂരിലേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 2:30 മണിക്കാണ് ഞങ്ങളുടെ യാത്ര എറണാകുളത്ത് നിന്നും ആരംഭിച്ചത്. അവിടെ നിന്ന് നേരെ തൃശൂർ മണ്ണുത്തി വഴി മലപ്പുറം, പിന്നെ നിലമ്പൂർ, നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ, അവിടെ നിന്നും മുതുമല ടൈഗർ റിസർവ്, പിന്നെ കർണാടക ബോർഡർ കയറി ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വഴി നേരെ നഞ്ചൻഗുഡു ടു മൈസൂർ. ഇതാണ് നമ്മുടെ റൂട്ട് കേട്ടോ. നാടുകാണി ചുരത്തിലൂടെ ഞങ്ങൾ മുതുമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുതുമല ടൈഗർ റിസർവിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടുത്തെ കുറച്ച് മൃഗങ്ങളും മറ്റു വിശേഷങ്ങളുമാണ്, പിന്നെ അതുപോലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്ന് ഷെയർ ആക്കുന്നത് കേട്ടോ. ഈ ഒരു മുതുമല ടൈഗർ റിസർവിലൂടെയുള്ള നാഷണൽ ഹൈവേ ഓപ്പൺ ചെയ്യുന്നത് രാവിലെ 6 മണിക്കാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ എത്തുന്നതെങ്കിൽ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ അവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ ഞങ്ങൾ പോയ ഈ ഒരു സീസണില് നേരം വെളുക്കുന്നത് വൈകിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മണിയാകുമ്പോഴേക്കും ആ ഒരു ഭാഗത്ത് എത്തിയാൽ പോലും വെട്ടം വെക്കാത്തത് കൊണ്ട് നമുക്ക് മൃഗങ്ങളെ അധികം കാണാൻ സാധിക്കില്ല. ഞങ്ങൾ എത്തിയത് 7 മണിയാകാറായിട്ടുണ്ട്. അപ്പോൾ നല്ല വെട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ചെന്നപ്പോഴേക്കും നമുക്ക് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് 688 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു മുതുമല ടൈഗർ റിസർവ് ഉള്ളത്. പൊതുജനങ്ങളുടെയും വന്യജീവികളുടെയും സുരക്ഷ കണക്കിലെടുത്ത് രാത്രിയിൽ ഈ റോഡുകളിലൂടെയുള്ള സഞ്ചാരം വളരെ അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത് കണക്കിലെടുത്ത് രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ വാഹന ഗതാഗതം ഇതിലൂടെയുള്ളത് നിരോധിച്ചിരിക്കുന്നു.
ബന്ദിപ്പൂർ ടൈഗർ റിസർവിലും ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മുതുമലൈ ടൈഗർ റിസർവിലാണ് കേട്ടോ. മാൻ, മയിൽ, ആന, കാട്ടുപന്നി, കലമാൻ ഇവയൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു മുതുമലൈ ടൈഗർ റിസർവിൽ കണ്ടത്. ഇപ്പോൾ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കർണാടക ബോർഡർ കയറുകയാണ്. അവിടെയാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഉള്ളത്. കർണാടക സ്റ്റേറ്റിലുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതുമലൈ ടൈഗർ റിസർവിൽ കണ്ട അത്രയും ആനിമൽസ് ഒന്നും നമുക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. മൈസൂരിലെത്തിയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.